ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേബിൾ ചെയിൻ സ്റ്റിച്ചും ഡബിൾ കേബിൾ ചെയിൻ സ്റ്റിച്ചുമാണ്. സ്റ്റിച്ച് ബോർഡിൽ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിൻ്റെ പേര് ലൈനിൻ്റെ മുകളിലായിട്ട് എഴുതി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ത്രെഡ് എടുക്കാവുന്നതാണ്. ഇതുപോലെയാണ് കേബിൾ ചെയിൻ സ്റ്റിച്ച് ഉണ്ടാവുക. ലോങ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ച്, പിന്നെ ചെയിൻ സ്റ്റിച്ച്. ത്രെഡ് എടുത്തിരിക്കുന്നത് 3 ലെയർ ആയിട്ടാണ്. ഇതുപോലെ താഴെ നിന്ന് നീഡിൽ കുത്തി മുകളിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഒരു ലോങ് ആയിട്ടുള്ള സ്റ്റിച്ചാണ് വേണ്ടത്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ത്രെഡ് മുകൾ ഭാഗത്തേക്കൊന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം നീഡിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ മുന്നോട്ടേക്ക് കുത്തിയിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് നീഡിൽ മുകളിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നീഡിലൂടെ ഇതുപോലെ ത്രെഡ് ഒന്ന് ചുറ്റി കൊടുത്ത് പതുക്കെ വലിച്ചു കൊടുക്കുക. ഇപ്പം നമുക്ക് കേബിൾ ചെയിൻ സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടും ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. നീഡിലായിട്ട് ത്രെഡ് ഒന്ന് പതുക്കെ ചുറ്റി കൊടുത്തതിന് ശേഷം മുന്നോട്ടേക്ക് ചെയ്യുക. ഒരു ലോങ് സ്റ്റിച്ചിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം അല്പം സ്പേസ് വിട്ട് നീഡിൽ മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇതുപോലെ ത്രെഡ് ചുറ്റി കൊടുത്തിട്ട് പതുക്കെ വലിച്ചു കൊടുക്കാം. ഇതുപോലെ കേബിൾ ചെയിൻ സ്റ്റിച്ച് നമുക്ക് സ്റ്റിച്ച് ബോർഡിൽ മുഴുവനായിട്ടും ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റിച്ച് കാണുമ്പോഴും നമുക്ക് വളരെ വിഷമമായിട്ട് തോന്നുമെങ്കിലും ചെയ്യാൻ വളരെ സിമ്പിളാണ്. സ്റ്റിച്ച് ബോർഡിൽ ചെയ്യുന്ന സമയത്ത് 3 ലെയറിൽ തന്നെ ത്രെഡ് എടുക്കാവുന്നതാണ്. നിങ്ങൾ മോട്ടീവ്സ് ചെയ്യുന്ന സമയത്ത് 6 ലെയർ ആയിട്ട് എടുക്കണം. കേബിൾ ചെയിൻ സ്റ്റിച്ച് മുഴുവനായിട്ടും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡബിൾ കേബിൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് 3 ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈക്വൽ ഡിസ്റ്റൻസിലാണ് ലൈന് വരച്ചു കൊടുക്കുന്നത്. സെൻട്രൽ ലൈനിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ത്രെഡ് എടുക്കാവുന്നതാണ്. 3 ലെയറാണ് ത്രെഡ് എടുക്കേണ്ടത്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൾട്ടി കളർ ത്രെഡാണ്. നമ്മൾ കേബിൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെയാണ് സെൻട്രൽ ലൈന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ത്രെഡ് നീഡിലൊന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം മുന്നോട്ട് കുത്തി കൊടുക്കുക. അതിനുശേഷം അല്പം സ്പേസ് വിട്ടിട്ട് നീഡിൽ മുകളിലോട്ട് കൊണ്ടുവരിക. നീഡിലോട്ട് ത്രെഡ് ചുറ്റിയിട്ട് പതുക്കെ വലിച്ചു കൊടുക്കാം. അപ്പം നമുക്കൊരു കേബിൾ ചെയിൻ സ്റ്റിച്ച് കിട്ടും. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് മുകളിലോട്ടാണ് കേബിൾ ചെയിൻ കൊടുക്കാൻ പോകുന്നത്. ത്രെഡ് വലിച്ചു കൊടുക്കുമ്പോൾ പതുക്കെ വേണം വലിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുടുക്ക് വീഴാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മുകളിലോട്ട് കൊടുക്കണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നീഡിലോട്ട് ത്രെഡ് ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ലോങ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ഇതുപോലെ മുന്നോട്ട് കുത്തി അല്പം സ്പേസ് വിട്ട് നീഡിൽ മുകളിലേക്ക് കൊണ്ടുവരിക. ത്രെഡ് ചുറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് മുകൾ ഭാഗത്തോട്ട് ഒരു കേബിൾ ചെയിൻ സ്റ്റിച്ച് കിട്ടും. മുകൾ ഭാഗത്തേക്ക് കേബിൾ ചെയിൻ കിട്ടിയാൽ പിന്നെ ചെയ്യേണ്ടത് താഴ്ഭാഗത്തേക്കാണ്. അപ്പം നമുക്കിത് നീഡിൽ താഴോട്ട് കൊണ്ടുപോകാം. നീഡിൽ താഴോട്ട് കൊണ്ടുപോയിട്ട് സെൻട്രൽ ലൈനിലേക്ക് നമുക്ക് കുത്തിയിട്ട് മുകളിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു സെൻട്രൽ ലൈനിൽ നീഡിൽ മുകളിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ മുകളിൽ കൊടുത്തതുപോലെ തന്നെ താഴോട്ട് ഒരു കേബിൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. നീഡിലോട്ട് ഇതുപോലെ ത്രെഡ് ചുറ്റിയതിന് ശേഷം ഒരു ലോങ് ആയിട്ടുള്ള സ്റ്റിച്ച് കൊടുക്കുക. അല്പം സ്പേസ് വിട്ടിട്ട് നീഡിൽ മുകളിലോട്ട് കൊണ്ടുവന്ന് ഇതുപോലെ ത്രെഡ് ചുറ്റിയതിന് ശേഷം പതുക്കെ വലിച്ചു കൊടുക്കുക. അപ്പോൾ താഴ്ഭാഗത്തേക്ക് ഒരു കേബിൾ ചെയിൻ സ്റ്റിച്ച് വന്നിട്ടുണ്ടാവും. ഇനി സെൻട്രൽ ലൈനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നീഡിൽ താഴോട്ട് കൊണ്ടുപോയിട്ട് സെൻട്രൽ ലൈനിലേക്ക് ഉയർത്തുക. സെൻട്രലിൽ ചെയ്ത കേബിൾ ചെയിൻ സ്റ്റിച്ച് എൻഡ് ചെയ്ത ഭാഗത്ത് തന്നെ വേണം നമ്മൾ നീഡിൽ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നീഡിൽ മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നീഡിൽ ത്രെഡ് ഒന്ന് ചുറ്റിക്കൊടുത്തതിന് ശേഷം മുന്നോട്ട് നീഡിൽ കൊണ്ടുപോവുക. അല്പം സ്പേസ് വിട്ടിട്ട് നീഡിൽ മുകളിലേക്ക് ഉയർത്തുക. ത്രെഡ് ഇതുപോലെ ചുറ്റിയിട്ട് പതുക്കെ വലിച്ചു കൊടുക്കുക.
താഴോട്ടും മുകളിലോട്ടും ഒക്കെ കേബിൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെയാണ്. സ്റ്റിച്ച് ബോർഡിൽ മുഴുവനായിട്ടും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ബോർഡിൽ നിങ്ങൾ നീറ്റായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഒരു ഡ്രസ്സിലേക്ക് ചെയ്യുന്ന സമയത്ത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്കിത് ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഈ ഒരു സ്റ്റിച്ചിൻ്റെ മോഡൽ ഒന്ന് വരച്ചു കൊടുക്കുക, അതിനുശേഷം ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇന്ന് പഠിപ്പിച്ച സ്റ്റിച്ചുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക്